ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടാവും. അതുപോലെയാണ് ഇപ്പോൾ നടന്ന ഈ ഒരു സംഭവം. എന്താ സംഭവിച്ചത്? അതായത് സെപ്റ്റംബർ മാസത്തിലെ കലണ്ടർ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ രണ്ട് മാറ്റങ്ങളാണുള്ളത്. അടുത്ത മാസം, അതായത് സെപ്റ്റംബറിൽ നടക്കേണ്ടിയിരുന്ന എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പരീക്ഷ നവംബർ 17 മാറ്റിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത മാസം നടക്കേണ്ടിരുന്ന ജയിലർ അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടന്റ് പരീക്ഷ അത് നവംബർ 11 മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്ഷമയോട് കൂടി ഒന്ന് ശ്രദ്ധിച്ച് എന്റെ കൂടെ ഇരുന്നൊന്ന് കേൾക്കണം. ബിക്കോസ് ഈ രണ്ട് പരീക്ഷകളിലും, ഏറ്റവും അവസാനം നടത്തിയ ഈ രണ്ട് പരീക്ഷകളിലും ഞാൻ റാങ്ക് ഹോൾഡർ ആയിരുന്നു. രണ്ട് പരീക്ഷകളുടെയും അപ്പോയിന്റ്മെന്റ് ലെറ്ററും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ആ ഒരു ജീവിതാനുഭവത്തിൽ നിന്നാണ് ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ആദ്യമേ ഞാൻ പറയാൻ പോകുന്നത് നാണയത്തിന്റെ ആദ്യത്തെ വശമാണ്. നല്ല കാര്യങ്ങളാണ്. ഈ ഒരു മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നിപ്പോ ഓഗസ്റ്റ് 14 ആണല്ലോ. ഇതുവരെ പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വരാത്തത് കൊണ്ട് തന്നെ പഠിക്കാതിരിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് ഇതൊരു ആശ്വാസ വാർത്തയാണ്. അവർക്ക് പഠിക്കാൻ കൂടുതൽ സമയം കിട്ടും. എക്സാം മാറ്റിവെച്ചു എന്നവരെ നിങ്ങൾ നിരാശരാവേണ്ട കാര്യമൊന്നുമില്ല. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി ജീവിതം നിങ്ങളുടെ മുമ്പിൽ വെച്ച് നീട്ടിയ ഒരു സെക്കൻഡ് ചാൻസ് ആണ്. എത്ര പേർക്ക് ഈ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടും? സോ ഈ ഒരു സിറ്റുവേഷന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. റിവിഷൻ ചെയ്യാനും പഠിച്ചു തീർക്കാനും സിലബസ് ഫിനിഷ് ചെയ്യാനും ഒക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അതിന് ആവശ്യത്തിൽ കൂടുതൽ സമയം കിട്ടി കഴിയും. പക്ഷേ ഈ ഒരു എക്സ്ട്രാ സമയം അത് അവധിയൊന്നും അല്ല. PSC നിങ്ങൾക്ക് അവധി തന്നൊന്നുമല്ല, ഒരു ബോണസ് റൗണ്ട് തന്നേ ഉള്ളൂ. ആ റൗണ്ട് കൃത്യമായി വിനിയോഗിക്കുന്നവരാരോ അവരായിരിക്കും പരീക്ഷ ജയിക്കാൻ പോകുന്നത്. മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ധാരാളം മെയിൻസ് എക്സാം ആണ് വരുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരുന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നു, സബ് ഇൻസ്പെക്ടർ വരുന്നു. ഈ പരീക്ഷകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കുട്ടികൾ കുറച്ച് ടൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ രണ്ട് പരീക്ഷകൾ മാറ്റിവെച്ചത് കൊണ്ട് എല്ലാ പരീക്ഷയ്ക്കും ബാലൻസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് PSC ഒരുക്കിയിട്ടുള്ളത്. സോ ഇതൊരു നല്ല ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരുവിധം എല്ലാ വിദ്യാർത്ഥികളും ഈ പരീക്ഷകളെല്ലാം മെയിൻസിന് വേണ്ടി എഴുതുന്നുണ്ടായിരിക്കും. അപ്പൊ അവർക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെയും പറയാണ്, ഇപ്പൊ പരീക്ഷ പെട്ടെന്ന് തീർന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചില വിദ്യാർത്ഥികൾ കാണും. അവർക്ക് ഇപ്പോൾ ഒരു മനസ്സിലൊരു മടുപ്പ് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ? നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ മുമ്പിൽ ഒരു ചലഞ്ച് ഉണ്ട്. ആ ചലഞ്ചിന്റെ പുറകിലുള്ള ഓപ്പർച്യൂണിറ്റി എന്താ? ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി പഠിക്കാനും റിവിഷൻ നടത്താനും മോക്ക് ടെസ്റ്റ് എഴുതാനും കൂടുതൽ സമയം. ഈ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി അത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ബിക്കോസ് ഈ PSC പരീക്ഷകൾ എന്ന് പറയുന്നത് പെട്ടെന്ന് ഓടിത്തീരുന്ന സ്പ്രിന്റ് അല്ല, ഇതൊരു മാരത്തോൺ ആണ്. കുറച്ച് സമയം എടുക്കും. ഇവിടെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്, അതാണ് ഇതിന്റെ മോട്ടോ. അതുകൊണ്ട് തന്നെ പഠനത്തിൽ ഉഴപ്പാതെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ ഇനി ഇതിന്റെ ദോഷവശങ്ങളിലേക്ക്, ദ അതർ സൈഡ് ഓഫ് ദ കോയിൻ, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. ഇപ്പൊ ഈ എക്സാംസിനൊക്കെ നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ ഉണ്ടല്ലോ, റിസർച്ച് ചെയ്യാനും കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നെങ്കിൽ ഞങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഒള്ളി ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. മെയിൻസ് പരീക്ഷയുടെ സിലബസ് സമഗ്രമായിട്ട് കവർ ചെയ്യുന്ന മെയിൻസ് ബാച്ചും ഉണ്ട് കേട്ടോ. ഈ രണ്ട് ബാച്ചുകളിലും ഇന്റർവ്യൂ കോച്ചിങ് നിങ്ങൾക്ക് സൗജന്യമായി തന്നെ ലഭിക്കും. ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിലാണ് ഈ കോഴ്സുകളൊക്കെ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത് കുറഞ്ഞ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമം മാർക്ക് എങ്ങനെ നേടാം. ബിക്കോസ് ഈ രണ്ട് പരീക്ഷകളിലും ഞാൻ പണ്ട് ജയിച്ച പരീക്ഷകളാണ്. സോ ഇതിന്റെ സ്വഭാവം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. സോ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെയാണ് മാക്സിമം മാർക്കിലേക്ക് എത്തേണ്ടതെന്നുള്ള തീവ്രമായ ഒരു പരിശീലനമായിരിക്കും ഈ ബാച്ചുകളിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുക. സോ ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ദോഷവശങ്ങളാണ് നമ്മൾ പറയാൻ വന്നത് അല്ലേ? ഇനി കോമ്പറ്റീഷൻ കൂടും. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ കോമ്പറ്റീഷൻ കൂടും. മെയിൻസിന്റെ കട്ട് ഓഫും കൂടും. എന്തുകൊണ്ടാണെന്നറിയോ? പഠിക്കാൻ കൂടുതൽ സമയം കിട്ടും. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ ഓൾറെഡി പഠിച്ചു തീർന്നിട്ട് ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഉണ്ട്. ജയിൽ പരീക്ഷയിലെ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ മാത്രം ലക്ഷ്യം വെച്ച് പഠിക്കുന്ന പിള്ളേരുണ്ട്. അവർ ഓൾറെഡി സിലബസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ക്ലാസ്സസ് ഒക്കെ എടുത്ത് കഴിഞ്ഞു. അവരിനി റിവിഷനിലേക്ക് കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് അത്തരത്തിൽ റിവിഷൻ നടത്തിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥികളുമായിട്ടാണ്. പക്ഷേ ഡസന്റ് മാറ്റർ. ഇനിയുള്ള സമയം നിങ്ങൾ ചിട്ടയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സിലബസ് ഒക്കെ പഠിച്ചു തീർത്ത് റിവിഷൻ നടത്താനുള്ള സമയമുണ്ട്. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ, റിലാക്സ്ഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ജേർണിയിൽ ബാക്കിലേക്ക് പോകും. നിങ്ങൾ പഠിച്ചു തുടങ്ങുക. സെൽഫ് സ്റ്റഡി ആണെങ്കിൽ പഠിച്ചു തുടങ്ങുക. ഇപ്പൊ ഞാനും സെൽഫ് സ്റ്റഡി ചെയ്ത വിദ്യാർത്ഥിയാണ്. ചിട്ടയായും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് PSC എക്സാംസ് ജയിക്കാനുള്ള ഒരേ ഒരു മാർഗം. കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യാൻ നമുക്ക് വേറെ ഒരു മാർഗ്ഗവും ഇല്ല. നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ കളിക്കുന്നത്. കാര്യം എല്ലാ പരീക്ഷകളും അടിപൊളിയാണല്ലോ. ഇപ്പൊ എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, ജയിലർ ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഡിഗ്രി ലെവലിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയൊരു അവസരം അടുത്ത കുറച്ച് വർഷത്തേക്ക് വരാനില്ല. ഈ അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക. അതിനെ ചൂഷണം ചെയ്യുക അവസരത്തെ. മറക്കണ്ട, PSC ഇപ്പൊ തന്നിട്ടുള്ളത് ഒരു അവധിയൊന്നും അല്ല, ഒരു ബോണസ് റൗണ്ട് മാത്രമാണ്. ആ റൗണ്ട് വൃത്തിയായിട്ട് യൂസ് ചെയ്യുക. സമയം കൂടുതൽ കിട്ടിയത് ഉറങ്ങാനല്ല, ഉണർന്നിരുന്ന് പ്രവർത്തിക്കാനാണെന്നാണ് പറയുന്നത് അർത്ഥം. കൂടുതൽ ശക്തരാവാനുള്ള സമയമാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത്. ബിക്കോസ് എല്ലാ എക്സാംസും ഒരു ബാറ്റിൽ ഗ്രൗണ്ട്, യുദ്ധഭൂമിയാണ്. ഏറ്റവും നന്നായിട്ട് പരിശീലിക്കുന്ന വ്യക്തികളാണ്
ആ ഒരു യുദ്ധത്തിൽ ജയിക്കുന്നത്. അല്ല ചുമ്മാ ഒരു ദിവസം പോയി യുദ്ധം ചെയ്യാൻ ആർക്കും ഒക്കത്തില്ലല്ലോ. സോ പ്രിപ്പയർ യുവർ സെൽഫ്. കിട്ടിയ എക്സ്ട്രാ സമയം ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും നന്നായിട്ട് വിനിയോഗിക്കുക. സോ ഈ ഒരു എക്സ്ട്രാ ടൈം നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ബാച്ചുകൾ അവൈലബിൾ ആയിരിക്കും. സ്പെഷ്യൽ ടോപ്പിക്സും മറ്റുള്ള എല്ലാ ഏരിയാസും പഴുതടച്ച് തന്നെ നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കും. ഞങ്ങളുടെ ഡെമോ ക്ലാസ്സുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് ബോധ്യപ്പെടും കേട്ടോ.